വയറിൽ ഭയങ്കര ഗ്യാസാണ് ഡോക്ടറെ. എന്താന്നറിയില്ല, ചില ഭക്ഷണങ്ങൾ എനിക്കിങ്ങനെ കഴിച്ചാൽ ശരിയാവുന്നില്ല. ഏത് ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ ഈ പ്രശ്നം വരുന്നുണ്ട്. ഭയങ്കര ഗ്യാസാണ്. ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ മുട്ടിത്തെറിക്കുന്ന പോലെ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. ചിലപ്പം ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഊത്ത് പോകുന്ന പറയാം. ഒരു ഭയങ്കര ഡയറി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് പിടുത്തം കിട്ടാത്ത പോലെയാണ്. എന്നാലോ ചില നേരം ഭയങ്കര വയറുറച്ചിട്ട് ഇതിങ്ങനെ മാറി മാറി ഞാൻ എന്തിനാ മരുന്ന് കഴിക്കുകയെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ശരിക്കും നിസ്സഹായതയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് പേഷ്യൻസ് നമ്മളടുത്ത് വന്നിട്ടുണ്ട്. അതായത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാലും ഒഴിവാക്കിയില്ലെങ്കിലും ഒക്കെ ഇതേ അവസ്ഥയിലാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഫുഡിൻ്റെ മാത്രം പ്രശ്നമായിരിക്കണം എന്നില്ല. ഇതിൽ പല കാരണങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഗട്ടിൽ, അതായത് നിങ്ങളുടെ വയറിലുള്ള ചീത്ത ബാക്ടീരിയ കൂടിയതിൻ്റെ കാരണത്താലും ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ വയറിലെ ബാക്ടീരിയയിൽ ഇത്തരം ചീത്ത ബാക്ടീരിയാസ് കൂടുതലുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി എന്തൊക്കെ മാർഗങ്ങളിലാണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങളുടെ ഗട്ടിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വയറിൻ്റെ ഹെൽത്ത് പഴയതുപോലെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, ഇപ്പം ഇതിൻ്റെ സിംറ്റംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് വയറ് വീർത്ത് തൂങ്ങി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പൊട്ടിത്തെറിക്കും എന്നുള്ള അവസ്ഥ, ഗ്യാസ് ഏമ്പക്കം വിടുകയാണ്, കീവായു വിടുകയാണ്, ഒരു രക്ഷയില്ലാത്ത അവസ്ഥ. അതേപോലെ തന്നെ ചില ആളുകളിൽ ചിലപ്പം ഭയങ്കരമായിട്ട് ഡയറി ലൂസായിട്ട് പോകുന്നുണ്ടാവും, അതേസമയം അടുത്ത ദിവസം ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഉറച്ചിട്ട് പോകുന്ന ഒരവസ്ഥ. ഇതിനേതിനാ മരുന്ന് കുടിക്കുക, വയറ് ഉറക്കുന്നതിനാണോ വയറ് ലൂസായി പോകുന്നതിനാണോ എന്നറിയാത്തൊരവസ്ഥ. അതേപോലെ ചില ആളുകൾ പറയാറുണ്ട്, ഭയങ്കര വേദനയാണ്, എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ വേദന മാറുന്നില്ല, എത്ര മരുന്ന് കഴിച്ചാലും വേദന മാറുന്നില്ല എന്നുള്ളൊരവസ്ഥ. അതേപോലെ ചില ആളുകളിൽ ഇതിൻ്റെ കൂടെ ഈ വയറ് അസ്വസ്ഥതകളുടെ കൂടെ ഭയങ്കര മാനസികമായിട്ടുള്ള സമ്മർദ്ദം, അതേപോലെ ടെൻഷൻ ആവുക, ആങ്സൈറ്റി വരിക, ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥ വരിക. ചില ആളുകൾ ഇത് കാരണം വെയിറ്റ് കൂടുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറയുക, അതേപോലെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം തോന്നുക. കാരണം ഇത് ശരീരത്തിൽ പിടിക്കുന്നില്ല. നമ്മൾ എന്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കഴിക്കുന്ന ഒരു സാധനം, ഒരു വസ്തു പോലും നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് കയറുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര ക്ഷീണമൊക്കെ തോന്നുന്ന ഒരവസ്ഥ വരാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വയറിൽ ചീത്ത ബാക്ടീരിയാസ് കൂടുതലാണ് എന്നാണ് അർത്ഥം. നമുക്ക് വയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചീത്ത ബാക്ടീരിയ ഉണ്ട്, നല്ല ബാക്ടീരിയ ഉണ്ട്, രണ്ടും ഉണ്ട്. പക്ഷേ ഈ പറയുന്ന കേസ് എന്ന് പറയുന്നത് ഈ നല്ല ബാക്ടീരിയാസ് കുറഞ്ഞ് ചീത്ത ബാക്ടീരിയാസ് കൂടുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, ചില ആളുകൾക്ക് ഇത് നമ്മളെ സ്കിന്നിലേക്ക് അടക്കം എടുക്കാറുണ്ട്. അതായത് ഇപ്പോൾ വയറിലെ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ചീത്ത ബാക്ടീരിയ കൂടുമ്പം അത് പല രീതിയിലുള്ള ടോക്സിൻസ് ഉണ്ടാക്കുന്നുണ്ട്, പല രീതിയിലുള്ള ഹാനികരമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് ബ്ലഡിലേക്ക് വിടുന്നുണ്ട്. ഇത് ബ്ലഡിൽ എത്തുന്നതോടുകൂടെ നമ്മുടെ ശരീരത്തിലുള്ള പല ഭാഗങ്ങളിൽ പോയിട്ട് അത് പല രീതിയിലുള്ള നീർക്കെട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ നീർക്കെട്ടുകൾ തലയിൽ പോയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ തലയുടെ ചർമ്മത്തിൽ പോയിട്ട്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് മുഖത്ത്, ചില ആളുകൾക്ക് അല്ലാത്ത ത്വക്ക് രോഗങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മുഖത്ത് ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് മുഖക്കുരു കൂടാറുണ്ട്. അപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് മുഖക്കുരു ഉണ്ടായിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് മുഖക്കുരു മാറിയിട്ടുണ്ടാവും. പക്ഷെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ വയറ് ആ ടൈമിൽ ഭയങ്കര ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. അത് റെഡി ആയപ്പോഴാണ് അവരുടെ മുഖക്കുരു മാറിയത് എന്നായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. അതേപോലെ ചില ആളുകൾക്ക് ഡാൻഡ്രഫിന് വരെ വലിയ കാരണമായിട്ടാണ് ഈ ഒരു ഗട്ട് ബാക്ടീരിയൻ്റെ പ്രശ്നം വരാറുള്ളത്. അതായത് ചീത്ത ബാക്ടീരിയാസ് കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള ഇൻഫ്ലമേഷൻസ് വരുത്തുന്നുണ്ട്, പല രീതിയിലുള്ള നീർക്കെട്ടുകൾ വരുത്തുന്നുണ്ട്. ഈ നീർക്കെട്ട് കാരണം നമ്മൾ തലയുടെ ചർമ്മത്തിലുള്ള ഓയിൽസ് ഇല്ലാണ്ടാവുന്നുണ്ട്. ഇത് ഇല്ലാണ്ടാവണോട് കൂടെ എന്താ സംഭവിക്കുന്നത്, അവിടെ പല രീതിയിലുള്ള ഫംഗസുകൾ വളരുന്നുണ്ട്. ഇത് വളരുന്നതോടുകൂടി നമുക്ക് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ചില ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വയറിനൊരു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഡാൻഡ്രഫാണ്, ഇനി ഞാൻ എത്ര മരുന്ന് കുടിച്ചിട്ടും എത്ര എണ്ണ തേച്ചിട്ടും മാറ്റം വരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുക്കുമ്പോഴാണ്, ഇങ്ങനെ ഒരു സംഭവം ഹിസ്റ്ററി അവിടെ നിൽക്കുന്നുണ്ട്, നിലനിൽക്കുന്ന ഈ സംഭവം അവർക്ക് ആക്ച്വലി അവരുടെ ഭാഗമായി മാറി അവരതിനെ കെയർ ചെയ്യാത്തതുകൊണ്ടാണ് ഇത് മനസ്സിലാവാത്തതെന്നുള്ളതാണ് നമുക്ക് ഒട്ടുമിക്ക കേസുകളിലും മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, നമ്മളുടെ വയറിൻ്റെ ഹെൽത്തിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും നമ്മളുടെ ചർമ്മമാണെങ്കിലും നമുക്ക് ആക്ച്വലി നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്.
അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഗട്ട് ഹെൽത്തിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് പ്രോബയോട്ടിക്സ് നന്നായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ യോഗട്ട്, അതായത് നമ്മൾ തൈരിൻ്റെ ഒക്കെ കട്ട തൈരിൻ്റെ ഒക്കെ പിക്ചേഴ്സിലൊക്കെ കാണാം പ്രോബയോട്ടിക് യോഗട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണാം. അപ്പം യോഗട്ട് ആക്ച്വലി പ്രോബയോട്ടിക് ആണ്. അത് പ്രത്യേകമായിട്ട് അവർ അതിലേക്ക് എടുത്തിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻസും കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതൊരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗും കൂടിയാണ്. അപ്പോൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് നല്ല ബാക്ടീരിയാസിനെ കൂട്ടി കൊണ്ടുവരാനും അതേപോലെ ചീത്ത ബാക്ടീരിയാസിനെ കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ പെടുന്നതാണ് തൈര്, മോര്. പുളിപ്പിച്ച് എന്ത് സാധനമാണെങ്കിലും വളരെ നല്ലതാണ്. പക്ഷെ അത് ഓവറായിട്ട് പുളിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീട്ടിൽ തൈര് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മോര് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വെച്ച് പുളിപ്പിച്ചത് മാത്രം, അതിൽ കൂടുതൽ പുളിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും പറയാനുള്ളത്. അതേപോലെ തന്നെ നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള കണ്ടൻസ്, അതായത് നമ്മളുടെ പച്ചക്കറികളാണെങ്കിലും അതേപോലെ പറയാനുള്ളതാണ് ഹോൾ ഗ്രെയിൻസ്, അതായത് നമ്മളുടെ ഓട്സ് ആണെങ്കിലും ഗോതമ്പാണെങ്കിലും അരിയാണെങ്കിലും ഒക്കെ ഹോൾ ഗ്രെയിൻ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്, തവിട് മാറ്റിയിട്ടില്ലാത്തത് കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ പറയാനുള്ളതാണ് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്യുമ്പോൾ ഓവർ ആകാതിരിക്കുക, ഓവർ സ്ട്രെയിൻ ചെയ്യാതിരിക്കുക, പക്ഷെ ഒരു മിതമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതേപോലെ പറയാനുള്ളതാണ് നിങ്ങൾ ഷുഗർ ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഭയങ്കര ഷുഗറി ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പം നമ്മൾ സോഡ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മധുരം കഴിക്കാൻ, ബേക്കറീസ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗട്ട് ഹെൽത്തിൽ ഈ പറയുന്ന ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചീത്ത ബാക്ടീരിയാസ് കൂടാനും നല്ല ബാക്ടീരിയാസ് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ പറയാനുള്ളതാണ് ഇവിടെ മൈൻഡ് രണ്ട് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മൈൻഡ് എഫക്റ്റ് ചെയ്താൽ വയർ എഫക്റ്റ് ആവും, വയർ എഫക്റ്റ് ചെയ്താൽ മൈൻഡും എഫക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ നല്ല സ്ട്രെസ്സിൽ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം നിങ്ങൾ ചെയ്തേ പറ്റും. അതിന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ചിലർക്കത് ജേർണലിംഗ് ആവാം, ചിലർക്കത് വേറൊരാളോട് പറയുന്നതാവാം, ചിലർക്കത് കൗൺസിലിംഗ് തന്നെ അത്യാവശ്യം വരുന്ന, തെറാപ്പീസ് അത്യാവശ്യം വരുന്ന ആളുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് മാറ്റില്ല എന്നാണെങ്കിൽ ആക്ച്വലി അവിടെ മെഡിസിൻസിൻ്റെ ആവശ്യമുണ്ട്. കാരണം ചില കേസുകളിൽ അത് ഭയങ്കരമായിട്ട് കൂടി, ചില ആളുകൾക്ക് IBS പോലുള്ള രോഗങ്ങളിലേക്ക്, അതായത് ഭയങ്കര ഇറിറ്റബിൾ ബവൽ ഡിസോർഡേഴ്സിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് അത് പിടുത്തം കിട്ടുന്നില്ല, ഇത് എൻ്റെ ബോഡിനെ ഭയങ്കരമായിട്ട് വീക്ക് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് തീരെ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റില്ല എന്നാണെങ്കിൽ എന്തായാലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് തരുന്നതാണ്. കാരണം ഞാൻ കണ്ടിട്ടുള്ള ഇതിൽ ഏകദേശം ഒരു 50% 55% ആളുകൾക്ക് മൈൻഡ് എപ്പോഴാണോ ട്രീറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടെ അവരുടെ ഡയറ്റും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 90 to 95% പിന്നീട് അത് റിട്ടേൺ ചെയ്യാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറൂവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.